ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, ഹെയ്റ്റ് ആയിരുന്നു എനിക്ക് അനീഷിനോട്. പക്ഷേ ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനീഷ്. അത്ര സ്വീറ്റാണ് അനീഷ്. നമ്മളെ ചെല്ലുക, കെട്ടിപ്പിടിക്കുക, കാര്യങ്ങൾ പറയുക. വീട്ടിൽ കയറണമെന്ന് പറഞ്ഞെടുത്തു നിന്ന് നിങ്ങൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും എൻ്റെ വീട്ടിലോട്ട് വരണം, ഞാൻ കൊച്ചി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞു. ആദ്യം വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. അതെ അതെ അതെ. പക്ഷേ ഈ നല്ല മനുഷ്യനായിട്ടുള്ള ട്രാൻസിഷൻ ആണോ ലാസ്റ്റത്തേക്ക് വന്നപ്പോൾ അനീഷിന്റെ കൂട്ട് പറയാൻ കാരണം? അതാണെന്ന് തോന്നുന്നു. കാരണം അപ്പോഴത്തേക്ക് അനീഷ് എങ്ങും കണ്ടില്ല ഇതിലേക്ക്. ലവ് സ്ട്രാറ്റജി ഫെയിൽഡ് ആയതും കാണാനായിട്ട് തോന്നുന്നു. അതും ഫെയിൽ ആയെന്ന് തോന്നുന്നു. കാരണം അനുമോൾക്ക് അറിയാം ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത്. ഷീ ഈസ് വെരി സ്ട്രോങ്. നമ്മളെല്ലാവരും പറയാം അനുമോൾ ഭയങ്കര കരഞ്ഞിരിക്കുന്ന ആളാണ്, ഇങ്ങനെ പറ്റില്ല. പക്ഷെ ആലോചിച്ച് 24 മണിക്കൂറും കരഞ്ഞിരുന്നാലും നടക്കത്തില്ല. അവിടുത്തെ ഗെയിം ഞാൻ പറയാം, ഒരു ദിവസം ആ വീടങ്ങ് നിന്ന് പോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ്, അത്രയും പ്രഷറും ഉണ്ട്. അതിനിടയ്ക്ക് ഇത്രയും നല്ലൊരു കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കി ആൾ ജയിച്ചേക്കാത്ത ആളുടെ കഴിവുണ്ട്. വേണ്ടി ചെയ്ത കുറച്ച് പേര് പുറമേന്ന് പ്ലാൻ ചെയ്ത് അനുമോൾ അറ്റാക്ക് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു PR-ന്റെ ബേസിൽ ചെയ്താന്ന് വിശ്വസിക്കുന്നു. PR-ന്റെ ബേസ് അതൊരു വേറെ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് PR-ന് വേണ്ടി ചെയ്ത അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്തിന് അനുമോളോട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവലായിരുന്നു അവരെല്ലാം. അപ്പോൾ അവർ റീഎൻട്രി ചെയ്തപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ അത് വലിയ ഫൈറ്റിലേക്ക് പോയി. പക്ഷെ എനിക്ക് അത് അനുവിന് പോസിറ്റീവായിട്ട് ലാസ്റ്റ് 1 വീക്ക് അല്ലേ അനുമോളെ ശരിക്കും വിന്നർ എന്ന നിലയിലേക്ക്. അതെ സത്യം പറഞ്ഞാൽ ഞാൻ റീഎൻട്രി ചെയ്യുന്ന സമയത്ത് എന്നോട് ഇവിടുന്ന് മീഡിയക്കാർ ചോദിച്ചിരുന്നു ആര് വിന്നർ ആവുന്ന തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആരുടെയും അറിയില്ലായിരുന്നു. കാരണം അനു ആയാലും അനീഷ് ആയാലും എല്ലാം സ്ട്രോങ് ആയിട്ടിരുന്നത്. പക്ഷെ ഞാൻ റീഎൻട്രി ചെയ്ത് കഴിഞ്ഞ് വീടിനകത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും അനുമോൾക്കായിരിക്കും കപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. കാരണം അത്ര എല്ലാം ചില സമയത്തൊക്കെ കരഞ്ഞ് കണ്ടിരിക്കുമ്പോൾ പിന്നെ ഭയങ്കര വിഷമം വന്നു. ഒരു ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന ആൾ ഭയങ്കരമായിട്ട് അലറി വിളിച്ചേ കരണ്ടുണ്ട് ഫുഡ് കഴിക്കാനടുത്തൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ആൾക്ക് കപ്പുറപ്പായിരിക്കും. എനിക്കതല്ല, അവർക്ക് ബേസിക്കലി എനിക്ക് അനുമോളോട് പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ അവർക്ക് എന്തോ ഗെയിമിന്റെ പരമായിട്ട് പല പ്രശ്നങ്ങൾ അനുമോളോടുണ്ട്. പക്ഷേ ഗെയിമിന്റെ പരിപാടിയാണെങ്കിൽ അവരുടെ എവിക്റ്റ് ആയ പലരും ആ എവിക്റ്റ് ആയവരായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ കണ്ടായിരുന്നു ഉള്ളൂ. അല്ലാതെ ഞാൻ അന്വേഷണോട് ചോദിക്കാൻ പോയിട്ടില്ല. ടിക്കറ്റ് പിന്നാലെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചത്. നോർമലി ബിഗ് ബോസിൽ ആ കഷ്ടപ്പെട്ട് ജയിക്കുന്ന ടോപ്പ് 5ലേക്കാണ് എത്തേണ്ടത്. പക്ഷെ ഇപ്രാവശ്യത്തിൽ വളരെ ബിഗ് ബോസ് ചെയ്ത് വളരെ കൊടുത്ത ചെയ്തു. അല്ല, അത് 7ന്റെ പണിയാണ് സീസൺ. അതില്ല. അനീഷ് ആദ്യം ഫസ്റ്റ് വീക്ക് അങ്ങനെ ക്യാപ്റ്റൻ ആയത് കാരണം ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അനീഷിനെ മാർക്ക് ചെയ്തു, എന്നിട്ട് അനീഷിനെ വിറ്റു. പക്ഷെ പിന്നെ ആ വീക്കിൽ അവർ എവിക്ഷൻ ഫ്രീ അല്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എവിക്റ്റ് ആയി പോകും. അത് കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞു. ഫിനാലെ വീക്ക് ഞങ്ങൾ റീഎൻട്രി ചെയ്യുന്നതാണ് ഫിനാലെ വീക്ക്. ആ ഫിനാലെ വീക്കിൽ ഉണ്ടായിരുന്നല്ലോ. ഈ ആദില, നൂറ, അനുമോൾ തന്നെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ്. സൗഹൃദം മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഇവരുടെ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടപെടാറില്ല. ഇന്നത്തെ ഒരു കാര്യം കൂടിയും പറയാം. അതായത് അവർ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല അനുമോൾ വിജയിക്കേണ്ടത് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോലും ഇട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഒരു പക്ഷെ ഞാൻ അവിടെ ലൈവായിട്ട് കണ്ടപ്പോൾ അതിലെ നൂറൊക്കെ എഴുന്നേറ്റ് കൈയടിക്കുന്നുണ്ടായിരുന്നു. കപ്പ് കിട്ടിയപ്പോൾ അനുവിനെ പോയി കെട്ടി ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തുണ്ടല്ലേ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള അനുമോളുടെ ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ടായിരുന്നു ശൈത്യ പക്ഷെ അന്നേരം എണീക്കുക. കാരണം എല്ലാവരും എണീറ്റ് കൈയടിച്ചതിന് ശേഷം പോലും ശൈത്യക്ക് എണീക്കാൻ ഒരു മടിയുള്ളൊരു അവസ്ഥ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈറ്റ് ഇപ്പോഴും തുടരുമെന്നാണ് തോന്നുന്നത്. അതെ, ഡെഫിനറ്റ്ലി. പ്രശ്നമില്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു ശൈത്യക്ക്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാണും. എനിക്കും തോന്നിയിട്ടില്ല. ഇത് എവിടുന്ന് വന്ന് എങ്ങനെ എനിക്ക് തോന്നുന്നു ശൈത്യനെ ആ ഒരു കട്ടപ്പ എന്നുള്ള പേര് വിളിച്ചതിന്റെ പേരില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച ഓൺലൈൻ ഫുൾ ആൾ എന്തിട്ടാലും കട്ടപ്പ എന്ന് വരും. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ അവിടെ സ്കിറ്റ് ഉണ്ടായിരുന്നു. സ്കിറ്റിലും ഇങ്ങനെ ഒരു ഏഷ്യാനെറ്റ് അടക്കം കട്ടപ്പ ഇട്ടപ്പോൾ ആളത്ര ഡൗൺ ആയിപ്പോയി. കട്ടപ്പ രീതിയിലായിരുന്നു ശരിക്കും ശൈത്യയുടെ ഗെയിം. ഇതെന്താ പ്രശ്നം എന്ന് പറയാം, ഞാൻ ഇവർ ഭയങ്കര ഒന്നാമത്തെ ഇവര് ഡ്രസ്സിംഗ് റൂമിൽ പോയി മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ നമുക്കറിയത്തില്ല. ഇപ്പം അതിലേക്ക് മറ്റേ ടിഷ്യൂ കൊടുത്തു എന്ന് പറഞ്ഞില്ല, അതിൽ കോൺവെർസേഷൻ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എങ്ങനെ നിന്നില്ല ഇവർ ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറ്റി സംസാരിക്കണമെന്ന് നമുക്കറിയത്തില്ല. ഈ ഇഷ്യൂ വരുമ്പോഴാണ്, അതുകൊണ്ട് നമുക്ക് ആരെ സൈഡ് പിടിക്കാൻ പറ്റില്ല. അനുമോൾ പിന്നീടാവുന്ന ഓൾറെഡി